നമസ്കാരം പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം അതവരുടെ പാർലമെൻറ്റിലേക്കുള്ള പ്രവേശനം, അത് ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ്സുകാർ നോക്കിക്കാണുന്നത്. കാരണം മോദിക്ക് കട്ടയ്ക്ക് പാർലമെൻറ്റിൽ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്ന രീതിയിൽ രാജ്യത്തെ ജനാധിപത്യ മതേതര പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഭാരതം ജനാധിപത്യ മതേതര രാജ്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ പേര് വയനാട് നിർദ്ദേശിച്ചതിനെ നോക്കിക്കാണുന്നത്. കാരണം യു പിയിൽ അവരുടെ പ്രചരണം ഉണ്ടാക്കിയ തരംഗത്തിൻ്റെ അലയൊലികൾ ചെറുതല്ല. വാരണാസിയിലെ സാധാരണക്കാരുടെ വേദനകളും അവരുടെ നൊമ്പരങ്ങളും അവരുടെ വീട്ടിൻ്റെ ഉള്ളറകളുടെ വേദനകളും നരേന്ദ്രമോദിക്ക് അറിയാമോ എന്ന ചോദ്യം വാരണാസിയിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് അജയ് റായ് എന്ന കോൺഗ്രസ് നേതാവ് മോഡിയെ വിറപ്പിച്ചു വിട്ടത് വാരണാസിയിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ. അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചുവരവിന് നിദാനമായ യു പി എന്ന സംസ്ഥാനത്തെ വിജയത്തിന് നല്ലൊരു അളവ് പങ്കുവഹിച്ചത് പ്രിയദർശിനി ഇന്ദിരാഗാന്ധിയുടെ രൂപചാതുര്യതയും ശബ്ദവും ആകാര സൗകുമാര്യവുമൊക്കെ ഉള്ള പ്രിയങ്ക ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഭാരതത്തിലെ ജനാധിപത്യ മതേതര പോരാട്ടങ്ങൾക്ക് ശക്തി പകരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന്, ഫാസിസ്റ്റ് ഭരണകൂടം വിലക്കെടുത്ത മാധ്യമങ്ങളും, ഞാൻ മാധ്യമങ്ങൾ എന്ന പദം തന്നെ ഉപയോഗിക്കട്ടെ, മാധ്യമങ്ങളും RSS സംഘപരിവാരങ്ങളും പിന്നെ അത് ഏറ്റുപിടിക്കുന്ന സഖാക്കളുമൊക്കെ പപ്പു എന്ന് വിളിച്ചപ്പോഴും വല്ലാതെ അപമാനിച്ച് വിട്ടപ്പോഴും തൻ്റെ MP പദം തന്നെ റദ്ദാക്കിയപ്പോഴും തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴുമൊക്കെ വല്ലാതെ ഒരു വിതയിലൂടെ കടന്നുപോയ രാഹുൽ ഗാന്ധി എന്ന ഭാരതത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഇന്ത്യൻ മതേതരത്തിൻ്റെ കാവൽ മാലാകെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് വല്ലാതൊരു ഡിപ്രഷനിലേക്ക് കടന്നു പോകുമായിരുന്ന രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയത്തിൻ്റെ വഴിവീതികളിലേക്ക് തിരികെ നയിച്ചത്, കൂടെ നിന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അവരാ ദൗത്യം വളരെ മനോഹരമായിട്ടെടുക്കുകയും രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി തിരിച്ചു വരികയുമായിരുന്നു. ഭാരത് ജോഡോ യാത്രയുടെ 4 വഴികളിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം അവർ കൊണ്ട മഞ്ഞും മഴയും വെയിലുമൊക്കെയാണ് ഭാരതത്തിലെ മതേതരത്വ പോരാട്ടങ്ങൾക്ക് നിലനിൽപ്പും ശക്തിയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പകർന്നു നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാ പ്രിയദർശിനിയുടെ, നമ്മളങ്ങനെയാണല്ലോ ചില കുടുംബങ്ങളിലൊക്കെ കരുത്തരായ മുൻഗാമികളുടെ രൂപസൗകുമാര്യങ്ങളുടെ പിൽക്കാലത്ത് പിറന്നു വരുന്ന കുട്ടികൾ, അവർ ആ കുടുംബത്തിൻ്റെ ഐശ്വര്യവും പ്രതാപവുമൊക്കെ തിരികെ കൊണ്ടുവരും. അതുപോലെ ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വികാരമാണ്. നാം ഇന്ന് കാണുന്ന രാഷ്ട്രത്തിൻ്റെതായ എല്ലാ വികസനങ്ങളും ഹൃദയ വിശാലതയോടുകൂടി അഥവാ ദൃഢമായ കാൽവെപ്പുകളോടെ ഇന്ദിരാ പ്രിയദർശിനി പിടിച്ചെടുത്താണ്. അതിൻ്റെ എല്ലാ ഭാവങ്ങളും രൂപസൗകുമാരികളും നിറഞ്ഞു നിൽക്കുന്ന പ്രിയദർശിനിയുടെ കൊച്ചുമകൾ കോൺഗ്രസിനെയും രാജ്യത്തെയും മുന്നോട്ട് നയിക്കുമെന്ന വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.